നമസ്കാരം. കാത്തിരുന്ന പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ സിറ്റിംഗ് സീറ്റുകൾ LDFും UDFും നിലനിർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന് ലഭിച്ചത് ചരിത്ര ഭൂരിപക്ഷം. ചേലക്കരയിൽ 2016 നേടിയതിനേക്കാൾ ഭൂരിപക്ഷം UR പ്രദീപിന് നേടാൻ കഴിഞ്ഞപ്പോൾ ഭരണവിരുദ്ധ വികാരം തള്ളുകയാണ് LDF. BJPക്കാകട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയുടേതായി. പാലക്കാട്ടെ BJP കോട്ടകളിൽ UDFിന്റെ കടന്നുകയറ്റം കണ്ടു. 7000 വോട്ടുകൾ നഗരസഭയിൽ മാത്രം BJPക്ക് നഷ്ടമായി. വർഗീയ ശക്തികളുടെ വിജയം എന്നാണ് പാലക്കാട്ടെ UDF വിജയത്തെ CPIM വിലയിരുത്തുന്നത്. വയനാട്ടിൽ LDFിന് വൻ തിരിച്ചടി നേരിട്ടതും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ശ്രദ്ധേയമാക്കുന്നു. എന്നാൽ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം വൻ വിജയം നേടി അധികാര തുടർച്ച നേടുമ്പോൾ ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് അധികാര തുടർച്ച. വിശദമായ വിശകലനത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ചേലക്കരക്കാർക്ക് വിശ്വാസമാണ്. ചർച്ചയിൽ ശ്രീ VT ബൽറാം, കോൺഗ്രസ് പ്രതിനിധി, VPP മുസ്തഫ, CPIM പ്രതിനിധി, A സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഉല്ലാസ് ബാബു, BJP പ്രതിനിധി എന്നിവർ. ആദ്യം ശ്രീ VPP മുസ്തഫ. ഇന്നിപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പാലക്കാട്ട് ഒരു ചരിത്ര ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടുകയാണ്. എന്നാൽ CPIMനാകട്ടെ സ്റ്റെതസ്കോപ്പിലാണ് സ്ഥാനാർത്ഥി മത്സരിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. എങ്കിൽ പോലും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഒരല്പം വോട്ട് വിഹിതം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. പക്ഷേ സ്ഥാനാർത്ഥി ചില അവകാശവാദങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പാർട്ടി ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. 46,000 വോട്ട് എന്നൊരു കണക്ക് പാർട്ടി മുന്നോട്ട് വച്ചിരുന്നു. അതിലേക്കും എത്താൻ കഴിഞ്ഞില്ല. ചേലക്കരയിൽ ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകിക്കൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി എടുത്തു കാണിക്കുന്നത് ചേലക്കരയിൽ UR പ്രദീപ് നേടിയ വിജയമാണ്. പക്ഷേ അവിടെയും പ്രതിപക്ഷ നേതാവ് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. വയനാട്ടിലാകട്ടെ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണത്. അതിനെന്താണ് മറുപടി എന്നുള്ളത് അറിയില്ല. ഈ പോളിംഗ് ശതമാനത്തിൽ 8% കുറവ് എന്നത് LDF വോട്ടുകളിലാണ് എന്നത് തുടക്കം മുതൽ UDF പറയുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അത് LDF തള്ളുമ്പോഴും ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ വിലയിരുത്തലുകളിലേക്ക് LDF കടക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ വിജയത്തെ, ഈ തിരിച്ചടിയെ നോക്കിക്കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വയനാട്ടിലുണ്ടായ വോട്ട് കുറവ് പ്രത്യേകം പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ പ്രവണതയാണ് ഉണ്ടാവുക. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു പ്രവണതയല്ല. ഓരോ തെരഞ്ഞെടുപ്പും നടക്കുന്ന സന്ദർഭത്തിലെ രാഷ്ട്രീയമായ സാഹചര്യങ്ങളാണ് മൂർത്തമായി ആ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്തിനെ സ്വാധീനിക്കുക. ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയമാണ് ഏറ്റവും ഗൗരവമായിട്ട് ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് കേരളം പോലെ മതനിരപേക്ഷതയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് ദേശീയ തലത്തിൽ BJPയും മോഡി ഭരണവും ഉയർത്തുന്ന ഫാഷിസ്റ്റ് ഭീഷണിക്കെതിരായിട്ടുള്ള ഒരു വലിയ വിധിയെടുത്ത് രാഷ്ട്രീയമായിട്ടുള്ള ആ സ്വാധീനം വലിയ നിലയിൽ UDFന് സഹായകരമായിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഈ തിരിച്ചടിയിൽ ദേശീയ രാഷ്ട്രീയത്തിലെ ഈ സാഹചര്യം UDFന് അനുകൂലമായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിച്ച വിജയം എന്തുകൊണ്ട് നേടാൻ കഴിഞ്ഞില്ല? ഞങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞ 4-5 മാസത്തിനിടയിൽ ഞങ്ങൾ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി. അത് വലിയ നിലയിൽ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചേലക്കരയിലെയും പാലക്കാട്ടെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വിധി നിർണയം കാണിക്കുന്നത്. കാരണം അതാണ് സംസ്ഥാന ഭരണത്തെ നേരിട്ട് വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പുകൾ. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് പ്രധാനമായിട്ടും നിൽക്കുന്നത്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയെ പോലെ കോൺഗ്രസിന്റെ ഏറ്റവും താരമൂല്യമുള്ള ഒരു ദേശീയ നേതാവ് തന്നെ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അത് അങ്ങനെ പോവുകയുള്ളൂ. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ട് വരുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ഭരണത്തെ കൂടി വിലയിരുത്താവുന്ന നിലയിൽ വന്നിട്ടുള്ള 2 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പാണ്. ആ 2 മണ്ഡലങ്ങളിലും വലിയ നിലയിൽ ഈ എല്ലാ മാർക്സിസ്റ്റ് വിരുദ്ധരുടെയും ഒരു വലിയ നിലയിലുള്ള പ്രചണ്ഡമായ പ്രചരണത്തെ അതിജീവിച്ച്
മുന്നോട്ട് വരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശുഭോദർക്കമായ കാര്യമാണ്. ഇടതുപക്ഷത്തിന്റെ മുന്നോട്ട് പോക്കിന് ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും എല്ലാം നേരിടാൻ ഇടതുപക്ഷത്തിന് വലിയ ആർജവം നൽകുന്ന ഒന്നാണ് ചേലക്കരയിലെ വിജയവും പാലക്കാട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള മുന്നേറ്റവും എന്ന് പറയുന്നത്. ഈ പക്ഷേ മുസ്തഫ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അതായത് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ 39,000 ശിഷ്ടം ഭൂരിപക്ഷമാണ് കെ രാധാകൃഷ്ണൻ അദ്ദേഹം നേടിയതെന്ന് നമുക്കറിയാം. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 5,000-ആയി കുറഞ്ഞു പോകുന്നു. പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് 2021 കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴെവിടെ നിൽക്കുന്നു നിങ്ങൾ എന്നുള്ളതാണ്. മറ്റൊന്ന്, പാലക്കാട്ടേക്ക് വന്നാൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇക്കുറി ലഭിച്ചിട്ടുള്ളത്. ഈ 2016 ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ കടന്നുപോയിരിക്കുന്നു. നിങ്ങൾ മുന്നോട്ട് വെച്ച കണക്ക് സരിന് 46,000 വോട്ട് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. പക്ഷേ അത് കിട്ടിയിട്ടില്ല, അതിലും താഴ്ന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കുറച്ച് വോട്ട്, വളരെ കുറച്ച് വോട്ടിന്റെ വിഹിതം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുമാണ്. അപ്പോൾ അവിടെ ഏത് തരത്തിലേക്കാണിത് ഒട്ടും ഒരു ഭരണവിരുദ്ധ വികാരമേ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക? ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിലുണ്ടായ ഒരു ചിത്രം എന്താ? ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ നേരത്തെ ഉള്ളതുപോലെ LDF UDF 2014 ശേഷം BJP കൂടി വന്നിട്ടുണ്ട്. നേരത്തെ 2014 മുമ്പേ BJPക്ക് കേരളത്തിൽ കാസർഗോഡ്, മഞ്ചേശ്വരം പോലെ അപൂർവം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് അവരൊരു ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ പൊതുവെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ 2014 ശേഷം LDF UDF BJP ഇങ്ങനെ ഒരു ത്രികോണ മത്സരം മിക്കവാറും കേരളത്തിലാകെ വരുന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പ്രവണത എന്താ? ഒരു ഭാഗത്ത് ഇടതുപക്ഷം, മറുഭാഗത്ത് എല്ലാ ഇടതുപക്ഷ വിരുദ്ധരും. അപ്പൊ LDF UDF BJP എന്ന് പറയുന്ന ത്രികോണത്തിനു പകരം LDF-നെതിരായിട്ടുള്ള പ്രചരണത്തിന്റെ ഒരു കുന്തമുന അങ്ങനെയായിരുന്നല്ലോ. ഇടതുപക്ഷത്തിനെതിരെ, LDF സർക്കാരിനെതിരെ, അതിന്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത്, പിണറായിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊക്കെയുള്ള പ്രചരണ തന്ത്രങ്ങളാണല്ലോ ഇവരെല്ലാം കൂടി പയറ്റിയിട്ടുള്ളത്. അവിടെയാണ് ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ രീതി. അതില് വോട്ടിന്റെ നില, ഇപ്പൊ 2021 വോട്ടിന്റെ നില എടുക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നിലുള്ള തെരഞ്ഞെടുപ്പുകളിലോ അപ്പോഴും കെ രാധാകൃഷ്ണൻ 96 മുതൽ കെ രാധാകൃഷ്ണൻ ആ മണ്ഡലത്തിൽ പലപ്പോഴും മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നുള്ള വോട്ടുകളെക്കാളെല്ലാം വലിയ വോട്ടല്ലേ അദ്ദേഹം 2021 നേടിയത്. അത് ചേലക്കരയിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. 2021 കേരളത്തിലാകെ ഒരു ഇടതുപക്ഷ തരംഗം വന്നപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും, മിക്കവാറും ഇടതുപക്ഷം ജയിച്ച എല്ലാ മണ്ഡലങ്ങളിലും വലിയ നിലയിലുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പാലക്കാട് തന്നെ നിങ്ങൾ നോക്കൂ, അതിന് മുമ്പേയുള്ള തെരഞ്ഞെടുപ്പുകളിൽ 2016 2011 ഒക്കെ ജയിച്ചപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം 2021 ഷാഫി പറമ്പിലിന് അവിടെ കിട്ടിയിരുന്നോ? ഇടതുപക്ഷത്തിന്റെ ഒരു തരംഗം ഉണ്ടായപ്പോൾ ഷാഫിയുടെ ഭൂരിപക്ഷത്തെയും അവിടെ മെട്രോമാൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ അദ്ദേഹം പിടിച്ച വോട്ടുകളുമെല്ലാം സ്വാധീനിച്ചിട്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും കിട്ടിക്കൊള്ളണം എന്ന് പറയുന്നതില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതത് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കിട്ടും. ഇനിയിപ്പോ ചേലക്കര നിങ്ങൾ ഇപ്പൊ പറയുന്നത് പോലെ ഇടതുപക്ഷത്തിന്റെ വലിയ സ്വാധീന കേന്ദ്രമാണ്. 96 മുതൽ ഞങ്ങൾ തന്നെയാണ് ജയിച്ചു വരുന്നത്. എന്നാൽ 96 മുമ്പോ KK ബാലകൃഷ്ണനും MA കുട്ടപ്പനും MP താമിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ വലിയ നേതാക്കൾ ജയിച്ചു വന്ന അവരുടെ കുത്തകയായിരുന്ന മണ്ഡലമല്ലേ 96 മുമ്പ് ചേലക്കര മണ്ഡലം എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഇടതുപക്ഷം ആകെ ഒരു തവണ CK ചക്രപാണി മാത്രമാണ് ചേലക്കരയിൽ ജയിച്ചിട്ടുള്ളത്. അതല്ലാതെ ആ മണ്ഡലം വന്ന കാലം തൊട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കൾ MA കുട്ടപ്പനെ പോലുള്ള ആളുകളെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് മന്ത്രിയാക്കിയിട്ടുണ്ട് കെ കരുണാകരന്റെ കാലത്ത്. അങ്ങനെ കോൺഗ്രസ് വിശ്വാസം അർപ്പിച്ചിരുന്ന ഒരു മണ്ഡലം. അപ്പൊ 96 മുതൽ ഞങ്ങൾ പിടിച്ചെടുത്തു. അത് ആ നിലയിൽ തന്നെ ഞങ്ങൾക്ക് സംരക്ഷിച്ചു പോരാൻ വേണ്ടി കഴിയുന്നു. എന്നാൽ പാലക്കാട് അങ്ങനെയല്ല. ഇന്നത്തെ നിലയിൽ ഈ പാലക്കാട് നഗരസഭയും അതിനോട് ചേർന്ന് നിൽക്കുന്ന പിരായിരിയും കണ്ണാടിയും മാത്തൂരും ഈ മണ്ഡലങ്ങൾ മാത്രം ഉൾപ്പെട്ട പുനഃസംഘടന 2008 നടന്നതിന് ശേഷം ആ മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചിട്ടേ ഇല്ല. ജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ 3ാം സ്ഥാനത്താണ്. അവിടെയാണ് ഞങ്ങൾ ഇത്തവണ ആ 3ാം സ്ഥാനം തന്നെ 2ഉം 3ഉം സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കേവലം 1700 വോട്ടിലേക്ക് കുറച്ചു വന്നിരിക്കുന്നത്. നേരത്തെ ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ചിട്ടാണെങ്കിൽ 9,000 വോട്ടിന്റെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ചിട്ടാണെങ്കിൽ 15,000 വോട്ടിന്റെയും വ്യത്യാസം 2ഉം 3ഉം സ്ഥാനങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. അത് ഇത്തവണ 1700 വോട്ടായിട്ട് കുറഞ്ഞിരിക്കുക. അപ്പൊ വലിയ മുന്നേറ്റം. ഞങ്ങൾ കുറച്ചുകൂടി സംഘടിതമായിട്ട് ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള സ്വാധീനം പാലക്കാട് നഗരസഭക്കകത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ വലിയ നിലയിൽ
അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് വരാൻ കഴിയുന്ന വിധത്തിൽ ആത്മവിശ്വാസം, കരുത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന മുന്നേറ്റം പാലക്കാട് ഞങ്ങൾക്കുണ്ടായിരിക്കുക. എന്നാൽ മറുഭാഗത്ത് ഈ സകലമാന വർഗീയ ശക്തികളും ചേർന്നുകൊണ്ടുള്ള കൂട്ടായ്മയുടെ ഈ വിജയത്തെ അങ്ങനെ എല്ലാ കാലത്തും തുറന്നു കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമോ? അതാണ് നോക്കേണ്ടത്. ഇങ്ങനെ ഒരു വർഗീയ പ്രീണനം കൊണ്ട് എത്ര കാലം UDF മുന്നോട്ട് പോകാൻ കഴിയും? അതാണ് ചോദ്യം. ശ്രീ VT ബൽറാം, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്ക് വലിയ അഭിമാനത്തിന് വക നൽകുന്നതാണെന്നതിൽ സംശയമില്ല. കാരണം വയനാട്ടിലാണെങ്കിൽ പ്രതീക്ഷിച്ചത് 4 ലക്ഷത്തിലേറെ എന്നതാണ് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞ. അതിനു മുൻപ് 5, 6 ഒക്കെ കേട്ടിരുന്നു. പിന്നീട് പോളിംഗ് ശതമാനം ഇടിഞ്ഞു എന്നൊക്കെയുള്ള കണക്കുകൾ വന്നു കഴിഞ്ഞ് പിന്നീട് 4 ലക്ഷത്തിന് മുകളിൽ എന്ന തരത്തിലാണ് ആ കണക്കുകൾ വന്നത്. ഇപ്പോൾ അത് ആ തരത്തിലേക്ക് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്തി നിൽക്കുകയാണ്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നത് പാലക്കാട്ടെ വിജയത്തിലാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു. ഈ വോട്ടെണ്ണൽ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ വരികയും ചെയ്തിരുന്നു. എന്നാൽ ചേലക്കരയിലാകട്ടെ വിജയത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അവിടെയാണ് ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്നതിന്റെ തെളിവായി ഇപ്പോൾ LDF അതിനെ ചൂണ്ടിക്കാട്ടുന്നത്, CPIM അതിനെ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അവിടെയും വോട്ട് കൂട്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിൽ അവിടെയും നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരല്പം വകയുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പാലക്കാട്ടെ വിജയത്തെക്കുറിച്ച് ഇന്ന് സ്ഥാനാർത്ഥി പറയുന്നത്, CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നതൊക്കെ ഒരു മഴവിൽ സഖ്യത്തെക്കുറിച്ചാണ്. വർഗീയ ശക്തികളുമായി ചേർന്ന് കൊണ്ടു നേടിയ ഒരു വിജയം. അത് ഏത് തരത്തിലേക്ക് ഇങ്ങനെ നിലനിർത്തി പോകാൻ കഴിയും? ഒരു ഡീലിനെ കുറിച്ച് പറയുകയാണ് CPIM. ഇതിൽ ഈ ഡീൽ എന്നുള്ള വാക്ക് നമ്മൾ ഇതിനു മുൻപ് CPIM BJP ഡീലെന്ന് കേട്ടിട്ടുണ്ട്, കോൺഗ്രസ് BJP ഡീലെന്ന് കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വീണ്ടും നമ്മളത് കേൾക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ഡോക്ടർ P. സരിന്റെ വായിൽ നിന്ന് വീണ്ടും നമ്മളത് കേൾക്കുകയാണ്. BJPയുമായി ചേർന്നുള്ള കോൺഗ്രസ് ഡീൽ. അതായത് തൃശ്ശൂരിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞത് അതാണ്. തൃശ്ശൂരിൽ സീറ്റ് കൊടുത്തു, പകരം പാലക്കാട്ട് എന്ന തരത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെ നേടിയ ഒരു വിജയം എന്ന തരത്തിലേക്കാണ് അതിനെ കാണുന്നത്. അതിനുള്ള മറുപടി എന്താണ്? ആദ്യം തന്നെ പറയട്ടെ, ഈ 3 സ്ഥലങ്ങളിലും UDFനെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ വയനാട്ടിൽ നിങ്ങൾ പറഞ്ഞതുപോലെ 4 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനുള്ള ഒരു വിജയം എന്ന് പറയുന്നത് അത് ഇന്നത്തെ സാഹചര്യത്തിൽ, പോളിംഗ് ഇത്രയും കുറഞ്ഞ സാഹചര്യത്തിൽ ഗംഭീരമായിട്ടുള്ളൊരു വിജയമാണ്. പാർലമെൻ്ററി രാഷ്ട്രീയ രംഗത്തേക്ക് ഇത്ര അഭിമാനകരമായ രീതിയിലുള്ള ഒരു വിജയത്തോടു കൂടി കടന്നു വരുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഞാൻ ആദ്യം തന്നെ അക്കാര്യത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഒരു 20 വർഷം മുമ്പെങ്കിലും ഒരുപക്ഷെ അവർക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ കഴിയുമായിരുന്നു. ആ നിലയിൽ രാജ്യം അന്നു തൊട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ്. പക്ഷേ അവർ അവരുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അവർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാവണമെന്ന് പാർട്ടി തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിൻ്റെ ഭാഗമായി മത്സരിക്കാൻ തയ്യാറായി. നല്ല രീതിയിലുള്ളൊരു വിജയം ഇന്ന് രാജ്യത്തുടനീളം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും തിളക്കമാർന്ന ഒരു വിജയം നേടാൻ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാവർക്കും മാത്രമല്ല മുഴുവൻ മതേതര മനസ്സുള്ള ആളുകൾക്കും BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്, സന്തോഷിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഞാൻ ഒരിക്കൽ കൂടി അവരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു അഭിമാന പോരാട്ടമായിരുന്നു. പാലക്കാടിൻ്റെ ജനവിധി അസന്നിഗ്ധമായി അവിടുത്തെ ജനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BJPയെ നേർക്കുനേറുള്ള ഒരു പോരാട്ടത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുന്നത് ആർക്ക് കേരളത്തിൽ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം കോൺഗ്രസും UDFുമാണ്. BJP വലിയ രീതിയിൽ വിജയപ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ അവരുടെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിജയം UDFന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നേടാൻ സാധിച്ചു. ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ വിജയം നേടാൻ സാധിച്ചത്. ഒരുപാട് പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ട് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതോടൊപ്പം ചേലക്കരയിൽ നിങ്ങൾ ചേലക്കരയിലെ പെർഫോമൻസിനെ കുറച്ച് കാണേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 2021 തന്നെയാണല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. അന്ന് 83,000 വോട്ട് നേടിയ LDFന് ഇന്ന് വെറും 64,000 വോട്ട് മാത്രമാണ് അവിടെ ലഭിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് 44,000 വോട്ടുണ്ടായിരുന്നത് ഇത്തവണ 52,626 വോട്ടായിട്ട് വർദ്ധിക്കുകയാണ്. 8,611 വോട്ടിൻ്റെ വർധനവ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവുകയാണ്. ഇനി ശതമാന കണക്ക് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 28% കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ നേടാൻ സാധിച്ചത്. ഇത്തവണ അത് 33.5%, 5% വർധനവ് UDFൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായിരിക്കുന്നു.
എന്നാൽ മറുഭാഗത്ത് LDFന് 54.5% ഉണ്ടായിരുന്നത് വെറും 41% അവിടെ കുറഞ്ഞിരിക്കുകയാണ്. വലിയൊരു വ്യത്യാസം, ഒരു 13% വ്യത്യാസം അവിടെ ഉണ്ടാകുന്നുണ്ട്. BJPക്കും ഗണ്യമായ രീതിയിൽ അവിടെ വോട്ട് കൂടിയിട്ടുണ്ട്. അതിന് പല സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ LDFനെ സംബന്ധിച്ച് ഇതിൽ അഭിമാനിക്കാൻ ഒന്നുമില്ല. ഈ 3 അല്ല, അതിലിപ്പോൾ ഇന്ന് ശ്രീ VT ബൽറാം, ശ്രീ MV ഗോവിന്ദൻ അതിന് പറഞ്ഞിട്ടുള്ളത് ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5000 എന്നുള്ള ഭൂരിപക്ഷമാണ് ഈ ഇവിടെ രാധാകൃഷ്ണൻ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ 12,000 എന്നുള്ളത് വലിയൊരു കണക്കാണല്ലോ. അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ദേശീയ തലത്തിൽ തന്നെ കേരളത്തിൽ മുഴുവൻ ആഞ്ഞടിച്ച ഒരു UDF അനുകൂല തരംഗത്തിൻ്റെ ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു. അവിടെ തോറ്റുപോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയും അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നല്ല രീതിയിൽ മുന്നേറാൻ സാധിച്ചു. UDFന് നല്ല രീതിയിൽ കേരളത്തിലുടനീളം തന്നെ മുന്നേറാൻ സാധിച്ചു. ഒരു കണക്ക് നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും കേരളത്തിലുടനീളം വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു പാറ്റേൺ ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെച്ച് തന്നെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 28% ഉണ്ടായിരുന്ന ഞങ്ങളുടെ വോട്ട് പെർസെൻറ്റേജ് 33.5%, 5% വർദ്ധിക്കുന്നു. എന്നാൽ CPMന് ഏതാണ്ട് 13% ഇടിവ് അവിടെ സംഭവിക്കുന്നു. അപ്പോൾ ഇതൊരു ഭരണവിരുദ്ധ വികാരമാണ്. ഞാൻ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാലക്കാട് പരാജയപ്പെട്ട LDF സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന ഈ ഡീലിനെ കുറിച്ചുള്ള ആക്ഷേപമുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ? ഈ പറഞ്ഞ LDFകാർ ഇത്രയും ദിവസം ഈ റിസൾട്ട് പുറത്തു വരുന്നതിനെക്കുറിച്ചും അതിന് മുമ്പ് ഡീലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞിരുന്ന ഡീലല്ല ഇപ്പം ഒരു റിസൾട്ടിന് ശേഷം പറയുന്നത്. അന്ന് പറഞ്ഞിരുന്നത് എന്താ? വടകരയിൽ ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കാൻ വേണ്ടി BJP സഹായിച്ചിട്ടുണ്ട്. അതിന് പകരം BJPയെ ഇവിടെ പാലക്കാട്ട് വിജയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസും UDFും ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പോടെ സൃഷ്ടിച്ചത്. ഇവിടെ BJPയെ ജയിപ്പിച്ച് BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള അവസരമാണ് ഇവിടെ UDF ഒരുക്കി കൊടുക്കുന്നത് എന്നായിരുന്നല്ലോ പറഞ്ഞത്. ഞങ്ങൾ അതിനൊരു പൊളിറ്റിക്കൽ ചലഞ്ചായിട്ടാണ് എടുത്തത്. BJPയെ അങ്ങനെ ഞങ്ങളുടെ ഒരു ചെലവിൽ അക്കൗണ്ട് തുറക്കുന്നൊരു സാഹചര്യം പാലക്കാട്ട് ഒരു കാരണവശാലും ഉണ്ടാവില്ല. BJPയുമായിട്ട് തന്നെയാണ് ഫൈറ്റ്. BJPയുമായിട്ട് മുഖാമുഖം നേരിട്ട് അവരെ പരാജയപ്പെടുത്തി, അവരുടെ അടിത്തറ ഇളക്കി, അവരിൽ നിന്ന് പ്രധാനപ്പെട്ട ശ്രദ്ധേയരായ നേതാക്കന്മാരെ ഞങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് അവരെ ദുർബലമാക്കി, തകർത്ത് തരിപ്പണമാക്കി, ഇനി ഒരിക്കലും തല പൊക്കാൻ കഴിയാത്ത വണ്ണം BJPയെ നിലംപരിശാക്കുക എന്നുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ ദൗത്യം വിജയിക്കുമ്പോൾ ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നൊന്നും LDFിനോട് ഞങ്ങൾ പറയുന്നില്ല. CPMൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ വീണ്ടും ഈ വില കുറഞ്ഞ ആരോപണങ്ങളും ആ നിലയിലുള്ള ക്യാപ്സ്യൂളുകളുമായിട്ട് ഇറങ്ങി സ്വയം പരിഹാസ്യരാവാതിരിക്കാനുള്ള മിനിമം വിവേകമെങ്കിലും അവർ കാണിക്കണം എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. അതെ, അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. എനിക്കൊരു ഇടവേള എടുക്കേണ്ടത് ശ്രീ VT ബൽറാം. അതായത് ഒരു മഴവിൽ സഖ്യത്തെക്കുറിച്ച് ഇന്നിപ്പോൾ MV ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു, കൂടാതെ ഡോക്ടർ P സരിനും പറയുന്നുണ്ടായിരുന്നു. അതായത് SDPI പലയിടത്തും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം പ്രഖ്യാപിച്ചതിന് ശേഷം പലയിടത്തും വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നത് ആരാണ് എന്നത് നമ്മൾ കണ്ടതാണ്. SDPIയുടെ ആഹ്ലാദ പ്രകടനങ്ങൾ പലയിടത്തും കണ്ടിരുന്നു. SDPI ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട്, ഇതാണ് ഈ മഴവിൽ സഖ്യം എന്ന തരത്തിലേക്ക് പറയുന്നത്. അങ്ങനെ വാങ്ങിയ വിജയം, അതിനെ ഏത് തരത്തിലേക്കാണ് ഒരു പോസിറ്റീവായി കാണാൻ കഴിയുക എന്ന ചോദ്യമാണ് നിലവിൽ CPIM ഉയർത്തിയിട്ടുള്ളത്. ഞാൻ തിരികെ എത്തും, ഇതിനുള്ള മറുപടി കൂടി താങ്കൾ നൽകുമെന്ന് ഞാൻ കരുതുന്നു. തിരികെ ചർച്ചയിലേക്ക് ശ്രീ VT ബൽറാം, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. നേരത്തെ ഞാനൊരു ചോദ്യം ചോദിച്ചത്, ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു മുൻപായി ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക്. ശ്രീ ഉല്ലാസ് ബാബു, പാലക്കാട്ട് നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണ് എന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ? ഇപ്പോൾ ഫലം വന്നിട്ട് ഏതാനും മണിക്കൂറുകളാവുകയാണല്ലോ. പ്രത്യേകിച്ച് നഗരസഭാ മേഖലകളിലൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, പരിധിയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. അടിസ്ഥാനപരമായി നിങ്ങൾക്കുള്ള വോട്ടുകളെല്ലാം അത് കൃത്യമായി അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമൊക്കെയായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വലിയ കുറവ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. ഡീലിനെ കുറിച്ചൊക്കെ ഇതിനോടകം തന്നെ CPIM പലതരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്, വോട്ട് മറിച്ചിട്ടുണ്ട് BJPയിൽ നിന്ന് എന്ന്. അപ്പോൾ നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? ഇത്രയധികം ഒരു കുറവിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിച്ചത് എന്തായിരിക്കാം? അല്ല, ഡീലൊന്നുമില്ലെന്ന് അതൊക്കെ സ്വാഭാവികമായിട്ട് പരാജയപ്പെടുമ്പോഴുണ്ടാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് നമ്മുടെ എന്ത് ഡീല്? ബൽറാംജി, നിങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു, എല്ലാവിധ അഭിനന്ദനങ്ങളും. സ്വാഭാവികമായിട്ട് അനുഭവിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുന്നു. ആ മത്സരിക്കുമ്പോൾ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ പരാജയപ്പെടുത്തി, CPMനെ പരാജയപ്പെടുത്തി 1ാം സ്ഥാനത്തേക്ക് നിയമസഭയിലേക്ക് പാലക്കാടിൽ നിന്ന് കൃഷ്ണകുമാർ പോകണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം.
ആ ആഗ്രഹത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ആത്മാർത്ഥമായി പണിയെടുത്തതും കഷ്ടപ്പെട്ടതും. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഇത്തവണ അത് സംഭവിച്ചിട്ടില്ല. അത് 100% ഞങ്ങൾ വിലയിരുത്തേണ്ടതാണ്. ഇപ്പോ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് 1 മണിക്കൂറിനുള്ളിൽ വിലയിരുത്തിയെന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ല. സ്വാഭാവികമായിട്ട് പാർട്ടി നേതൃത്വം അത് കൃത്യമായിട്ട് നോക്കുകയും ചെയ്യും. എവിടെയാണ് ഞങ്ങൾക്ക് പിഴവുണ്ടായത്, എവിടെയാണ് ഞങ്ങൾ വിചാരിച്ച കാര്യം നടക്കാതെ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുകയും അതിന് വേണ്ടുന്ന ഞങ്ങളുടെ പാർട്ടിപരമായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള സർക്കാരിന്റെ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി ആണോ മറ്റ് പലതുമാണോ, അതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ SDPI ഇന്ന് നടത്തിയിട്ടുള്ള ജാഥയടക്കമുള്ള കാര്യങ്ങളിൽ വർഗീയ രൂപീകരണം നടന്നിട്ടുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അത് പഠിച്ചിട്ട് തന്നെയാണ് നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. നിലവിൽ കോൺഗ്രസിന്റെ വ്യക്തി ജയിച്ചിരിക്കുന്നു. അദ്ദേഹം 18,000-ത്തിന് മേലെ വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സന്തോഷമില്ല, പക്ഷെ ഞങ്ങൾക്ക് ദുഃഖവുമില്ല. കാരണം ഞങ്ങളുടെ നിലവിൽ MLA വേണ്ട, ഞങ്ങൾക്ക് ഇതുവരെ പാലക്കാട് ജയിക്കാനും സാധിച്ചിട്ടില്ല. പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് അത് പ്രതീക്ഷയുണ്ടായിരുന്നു, വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു. അതെന്തായാലും ഞങ്ങൾ 100% പരിഹരിച്ച് 1.5 കൊല്ലം ഉണ്ടല്ലോ. അതെ, കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ 50,000 വോട്ട് വാങ്ങിയിടത്താണ് ഇത്തവണ 39,549 എന്നതിലേക്ക് BJP എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ ശ്രീധരന്റെ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിന്റെ കരിസ്മ, അതിന് കുറെ വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ നഗരസഭാ മേഖലയിലൊക്കെ ഉള്ള ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കുറവ് എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നമുക്ക് നിസാരവത്കരിച്ച് കളയാൻ കഴിയുന്നതല്ല എന്ന് താങ്കൾക്കും അറിയാം. ഇപ്പോൾ നമുക്കിത് ഒരു പ്രതികരണം കിട്ടിയിട്ടുണ്ട്. BJP ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ, അദ്ദേഹം 24 പറഞ്ഞപ്പോൾ പറഞ്ഞത് സ്ഥാനാർത്ഥി മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് for giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. It's a testament to the fact that my brother worked hard there, and their love for him and their trust in me. So I feel it's a great honor, and I will respect it fully. And I just was happy getting the love of the people. Now soon, in the next 2-3 days, as soon as my brother also has time to come. Let's see what they plan. Thank you. What is your plan? The project is പ്രിയങ്ക ഗാന്ധി നന്ദി പറയുകയാണ്. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ താൻ വയനാട്ടിലേക്ക് എത്തുമെന്നും അവർ പറയുകയാണ്. തിരികെ ചർച്ചയിലേക്ക് ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, അതായത് BJP ദേശീയ കൗൺസിൽ അംഗം ശ്രീ N. ശിവരാജൻ അല്പസമയം മുൻപ് ഞങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത് ഇത്രയൊരു കനത്ത പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല. ശോഭാ സുരേന്ദ്രനോ V. മുരളീധരനോ K. സുരേന്ദ്രനോ പാലക്കാട്ട് മത്സരിച്ചിരുന്നെങ്കിൽ ഫലം മാറിയേനെ എന്നതാണ്. മേൽക്കൂരയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അടിത്തറയിൽ പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത്. ഈ സന്ദീപ് വാര്യരും പറയുന്നത് ഇതേ കാര്യം തന്നെയാണോ? ഒരു രാഷ്ട്രീയ പാർട്ടി സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അദ്ദേഹത്തിനെ പോലെ ഒരു സീനിയർ നേതാവിനോട് മറുപടി പറയാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ ഉദ്ദേശം എനിക്കറിഞ്ഞില്ല. അദ്ദേഹത്തിനോട് സംസാരിച്ചതിന് ശേഷം പറയാം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അതിനൊരു പാർട്ടി ആവുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേരളത്തിലെ ബഹുമാനായ ശ്രീ O. രാജഗോപാൽജി മാത്രമാണ് ഞങ്ങളുടെ നിയമസഭയിലെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. അത് തന്നെ എത്ര കാലത്തിന് ശേഷം തുടക്കം മുതൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കിട്ടാത്ത സാഹചര്യം വരെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് സ്ഥാനാർത്ഥികൾ 5, 3, 6, 7 ഒക്കെ തവണ ഞങ്ങളുടെ നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ വളർച്ച അനുസരിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന കാലഘട്ടം വരെ നിരവധി മത്സരങ്ങളിൽ ഒരുപാട് ആളുകൾ പല തവണയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ തന്നെ 3 തവണ മത്സരിച്ചു, 4 തവണ മത്സരിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഇതിനകത്ത് പൊളിറ്റിക്കലി ഇതിന് താല്പര്യക്കുറവുകൊണ്ട് പോയവരുണ്ട്, ഇതിനകത്ത് ഐഡിയോളജിക്കലി താല്പര്യക്കുറവുകൊണ്ട് പോയവരുണ്ടോ, ഇതിനകത്ത് വികസനത്തിന്റെ പ്രശ്നം പറഞ്ഞ് പോയവരുണ്ടോ, അങ്ങനെയുള്ളവരൊക്കെ പോയവർ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നതിനോട് നമുക്ക് മറുപടി പറയാം. അല്ലാതെ ഒരു വ്യക്തിവിരോധം ഉണ്ടായി അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ആ പരിഗണന. ഇതിപ്പോ BJP ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 24 ഉള്ള പ്രതികരണമായിരുന്നു അത്. അത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. ശിവരാജേട്ടൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടില്ല. ശിവരാജേട്ടനുമായിട്ട് സംസാരിച്ചതിന് ശേഷം ശിവരാജേട്ടൻ എന്താ ഉദ്ദേശിച്ചത് ഞാൻ അതിന് ശേഷം മറുപടി പറയാം. കാരണം ഞാൻ ശിവരാജേട്ടൻ പറഞ്ഞ മറുപടി എന്താ പറഞ്ഞതെന്ന് പോലും ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ സ്ഥാനാർത്ഥി മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ വിജയം ഉറപ്പായേനെ, ഇതാണ് പറയുന്നത്. അതിന് ചില പേരുകൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്.
കൂടാതെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അദ്ദേഹം പോയത്? താനാണെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കില്ലായിരുന്നു. പക്ഷേ കൃഷ്ണകുമാറാണ് അങ്ങനെ ഒരു തീരുമാനം ഏറ്റെടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയെന്ന് അറിയില്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ എ സജീവൻ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ഇവിടെ സ്കോർ ചെയ്തത് കോൺഗ്രസ് ആണ് എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് CPIM ആവർത്തിച്ച് പറയുകയാണ്. കാരണം ചേലക്കര അത് കാണിച്ചുകൊണ്ടാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അതിപ്പോൾ എത്ര ഉറച്ച കോട്ടയാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ 5000 എന്നുള്ള ഭൂരിപക്ഷത്തിലേക്ക് കഴിഞ്ഞ തവണ UDF തരംഗം ഉണ്ടാകുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അങ്ങനെ ഭൂരിപക്ഷം കുറഞ്ഞു പോയ ഒരിടമാണ്. അപ്പോൾ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് ഇക്കുറി പ്രതിഫലിക്കേണ്ടതാണ് എന്ന് CPIM പറയുമ്പോൾ അതിൽ വസ്തുതയുണ്ടോ ശ്രീ എ സജീവൻ? പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് പാലക്കാട്ട് നേരത്തെ UDF ആയിരുന്നു, UDF തന്നെ നിലനിർത്തി. ചേലക്കരയിൽ LDF ആയിരുന്നു, LDF തന്നെ നിലനിർത്തി. വയനാടിന്റെ കാര്യവും പറയേണ്ടല്ലോ, കോൺഗ്രസിന്റെ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിന്റെ മണ്ഡലമാണ്. ഇപ്പൊ അതുകൊണ്ട് അടുത്ത ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ചേലക്കരയിൽ നമ്മൾ കണ്ടില്ല. മാത്രമല്ല അവിടെ നേരത്തെ പ്രദീപിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അദ്ദേഹം നേടിയെടുത്തു. രാധാകൃഷ്ണന് 2021 കിട്ടിയ വോട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ തരത്തിലുള്ള രീതിയിലാണ് ജനം പ്രതികരിക്കുക. ഒന്നാമത് രാധാകൃഷ്ണനും പ്രദീപ് ഒരേ തട്ടിലിട്ട് തൂക്കേണ്ട ആളുകളല്ല. രണ്ടാമത്തെ അക്കാലത്തെ ഒരു അവസ്ഥ, ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അത് വരിക. പക്ഷെ അതേ സമയത്ത് പാലക്കാട്ടും LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ ഗംഭീരമായ ഇടിച്ചിൽ അല്ല ഉണ്ടായിട്ടില്ല. അവിടെ BJPക്കാണ് കാര്യമായിട്ടുള്ള പരിക്കുണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തെക്കാൾ കൂടുതൽ പാലക്കാട്ട് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയം ഇത്രയും ഭൂരിപക്ഷത്തിന് എന്തുകൊണ്ടാണ് രാഹുൽ ജയിച്ചിട്ടുള്ളത്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമുക്കറിയാവുന്നത് പോലെ UDFന്റെ മാത്രം വിജയമല്ല അത്. ഈ നേതാക്കന്മാർ പറയുന്ന പോലെ, രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ഡീൽ നോൺ ഡീൽ എന്നുള്ള രീതിയിലൊന്നും ഞാൻ അത്തരത്തിൽ അല്ല പറയുന്നത്. പക്ഷേ അവിടെ BJPയുടെ നേരത്തെ ഇവിടെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ BJPയുടെ വരവ്, BJPയുടെ ജയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ രൂപത്തിലുള്ള വോട്ട് ചെയ്യൽ നടന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് SDPI ഉൾപ്പെടെ UDFനേക്കാൾ കൂടുതൽ തീവ്രതയോട് കൂടിയിട്ട് പ്രചരണ രംഗത്തും വോട്ട് ചെയ്യലിലും ജയിച്ചു കഴിഞ്ഞപ്പോഴുള്ള ആവേശ പ്രകടനത്തിലൊക്കെ SDPI ഉണ്ടായിരുന്നു. അതേപോലെ അവരെ പോലെ പ്രകടമായിട്ട് രംഗത്ത് കാണിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട്, SDPIയുടെ വോട്ട് ഉൾപ്പെടെ എല്ലാം UDFന് അനുകൂലമായിട്ട് പോയിട്ടുണ്ട്. അത് വെറും UDF വോട്ടല്ല. ഷാഫി പറമ്പിലിനോടുള്ള താല്പര്യം, കോൺഗ്രസിനോടുള്ള താല്പര്യം, അല്ലെങ്കിൽ രാഹുലിനോടുള്ള താല്പര്യം, അത് വെച്ചുകൊണ്ട് മാത്രം ഉണ്ടായ വോട്ടല്ല. പിന്നെ BJP വോട്ടുകൾ കുറെ പോയിട്ടുണ്ട്. അതൊരിക്കൽ പോലും സന്ദീപ് വാര്യരോടൊപ്പം ഒഴുകിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനേക്കാൾ കൂടുതൽ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഇരിപ്പ് വശം നമുക്ക് എല്ലാവർക്കും അറിയാം. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണം. ഇപ്പോൾ തന്നെ ശിവരാജനൊക്കെ പ്രതികരിച്ച പോലെ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രന് വേണ്ടി ചുവരെടുത്ത് നടന്നിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് ഈ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട് വീണ്ടും സുരേന്ദ്രന്റെ താല്പര്യം അവിടെ വരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ തിരിച്ചടി ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. ശോഭാ സുരേന്ദ്രൻ തന്നെ പാലക്കാട്ടെത്തി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയൊക്കെ പറഞ്ഞെങ്കിൽ പോലും പക്ഷെ അവരുടെ പ്രതികരണത്തിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. ആ BJP വോട്ട് ഡീലിന്റെ ഭാഗമല്ലാതെ തന്നെ കുറെ അപ്പുറത്തേക്ക് പോയി. കാരണം അത് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയെ നിയോഗിച്ച നേതാവിനെ തോൽപ്പിക്കുക എന്നുള്ളൊരു വാശി അവിടെ കുറെ പേർക്ക് ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പൊ ഈ 3 ഘടകങ്ങൾ, അതായത് UDF എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട്, ഷാഫി പറമ്പിൽ മാത്രമല്ല എല്ലാവരും, K മുരളീധരൻ ഉൾപ്പെടെ അവിടെ വന്ന് ഒറ്റക്കെട്ടായിട്ട് പ്രചരണം നടത്തിയുള്ള കാര്യം ഒന്ന്. രണ്ടാമത്തേത് ഈ ഇത്തരത്തില് മറ്റ് വോട്ടുകൾ, SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾ ഡീലിന്റെ ഭാഗമല്ലാതെ തന്നെ അവർക്കൊരു വാശി തന്നെയായിരുന്നു. 2 കാര്യമുണ്ട്. BJPക്ക് എതിരായിട്ടുള്ള നിലപാട്. രണ്ടാമത്തത്, ഞങ്ങൾക്ക് ഇവരായിട്ടൊരു ബന്ധമില്ല, SDPIയുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയും ആയിട്ട് ബന്ധമില്ല, അവരുടെ വോട്ടേ വേണ്ട എന്ന് പറയുമ്പോൾ അതിനെതിരെയുള്ളൊരു വികാരമുണ്ട്. ഈ ഘടകം ഉണ്ട്. മൂന്നാമത്തേത് ഈ പറയുന്ന BJPയുടെ വോട്ടുകൾ. ഇതെല്ലാം കൂടി ചേർന്നാണ് 18,000-ലേറെ വോട്ടിന്
അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും ആ ഒരു ഇതാണ് ഇവിടെ ഭരണവിരുദ്ധ വികാരത്തെക്കാൾ കൂടുതൽ നമ്മൾ കാണുന്നത് അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള ചില കാരണങ്ങൾ, പൊളിറ്റിക്കലായിട്ട് ചില നിലപാടുകൾ, ഇത്തരം കാര്യങ്ങളാണ്. ചേലക്കരയിൽ പക്ഷെ അത് കാണുന്നില്ല. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ UDF കഴിയുമായിരുന്നു. അത് മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. മുരളീധരൻ പറഞ്ഞനുസരിച്ചാണെങ്കിൽ അവിടെ ഈ ഭരണവിരുദ്ധ വികാരമല്ല, എല്ലാം അതെ, ആ തരത്തിലേക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന്റെ വിശദമായ വിലയിരുത്തലാണ് താങ്കൾ നടത്തിയത്. VT ബൽറാം, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, അതായത് ഈ മഴവിൽ സഖ്യത്തെക്കുറിച്ച് പറയുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം CPIM-ന്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. ഇത്ര വലിയ വിജയം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്, വർഗീയ ശക്തികളുമായി ചേർന്നുള്ള നിങ്ങളുടെ കൂട്ടുകെട്ട്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കണ്ട പല വിഷ്വലുകളുണ്ടല്ലോ, SDP-യുടെ വിജയാഹ്ലാദ പ്രകടനം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വർഗീയ ഉള്ളടക്കം ഏതളവ് വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ശ്രദ്ധിച്ച മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ. ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചത്? ആരാണ് ചില പ്രത്യേക മതവിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പരസ്യം നൽകി അവിടെ ഒരു വർഗീയ വികാരം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിച്ചത്? അതിലൊക്കെ പരാജയപ്പെട്ട ആളുകൾ അവരുടെ ഇച്ഛാഭംഗം ഇങ്ങനെ നിരത്തുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. 18,600 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ജയിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ പറയുന്ന ഏത് സംഘടനയ്ക്കാണ് അതിൻ്റെ 10-1 പോലും വോട്ട് ബേസ് അവിടെയുള്ളത്? ഇതിൻ്റെ സമീപ മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. SDP-ക്ക് എത്ര വോട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര വോട്ടുണ്ട്, അവരുടെ വെൽഫെയർ പാർട്ടിക്ക്. അപ്പോൾ നാമമാത്രമായിട്ടുള്ള വോട്ടുള്ള അതെ രാഹുൽ മാങ്കൂട്ടത്തിനോട് നിങ്ങൾ വളരെ കൃത്യമായി ചോദിച്ചപ്പോൾ, നിങ്ങളുടെ മാധ്യമമാണോ എന്നറിയില്ല, വേറൊരു മാധ്യമത്തിലേക്ക് തോന്നുന്നു, റിപ്പോർട്ടർ TV ആണെന്ന് തോന്നുന്നു, അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ആ തരത്തിലേക്ക് അങ്ങനെ പറയാമല്ലോ, അസന്നിഗ്ധമായി പറയാമല്ലോ. ഞാൻ ചോദ്യം കഴിഞ്ഞാൽ ഞാനൊന്ന് റെസ്പോണ്ട് ചെയ്യട്ടെ, പറയാമോ? ഓക്കെ. ഇത് ഇവിടെ മാത്രമല്ലല്ലോ, 4 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ വിജയിച്ച വയനാട്ടിൽ പോലും അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത്, അല്ല ജയിക്കാൻ പോകുന്നത് എന്നാണല്ലോ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ചോട് പിടിച്ചുകൊണ്ട് തോൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് ജമാഅത്തെ ഇസ്ലാമിയാണ്, SDP-I ആണ് എന്ന് പറയുന്നതിലെ ആ ബാലിശത്വം അല്ലെങ്കിൽ അതിലെ ഉള്ള ഒരു സില്ലിനെസ്, പെറ്റിനെസ് നിങ്ങളൊന്ന് തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. അതോടൊപ്പം ഇവിടെ ഇപ്പം ശ്രീ ശിവരാജൻ BJP-യുടെ സമുന്നതനായിട്ടുള്ള പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ടതാണ്. BJP-ക്ക് അകത്ത് തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, BJP-യുടെ അടിത്തറ തകർന്നിരിക്കുന്നു. BJP എന്ന് പറയുന്ന ഒരുപക്ഷെ പാലക്കാട്ട് വിജയസാധ്യതയടക്കം കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് പാലക്കാട് അവരുടെ അടിത്തറ ഇളകിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ BJP-ക്കെതിരെ നേടിയെടുത്ത ആ വലിയ പോരാട്ട വിജയത്തിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ അപ്പുറത്തുള്ള ആളുകൾ, തോറ്റ ആളുകൾ, 3-ാം സ്ഥാനത്ത് പോയ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ നെറേറ്റീവുകൾ ദയവായി നിങ്ങൾ ഏറ്റെടുക്കരുത്. ഒരു ഇലക്ഷൻ കഴിയുന്ന സമയത്ത് പല ചെറുകിട കക്ഷികളും അവരുടേതായിട്ടുള്ള ആഹ്ലാദ പ്രകടനമൊക്കെ നടക്കും. ഏതായാലും ഞങ്ങളുടെ ഒപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനമല്ലല്ലോ, ഞങ്ങളുടെ ഏതെങ്കിലും ഔദ്യോഗിക വേദി വന്നിട്ടല്ലല്ലോ. ഓരോ ആളുകൾക്കും വോട്ടുണ്ടാവും, അവർ ഓരോരുത്തരുടെയും വോട്ട് ചെയ്തിട്ടുണ്ടാവും. BJP-യുടെ വോട്ട് ഇത്തവണ വലിയ രീതിയിൽ ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് വോട്ട് കൂടുന്നു, BJP-ക്ക് വോട്ട് കുറയുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നത്. അത് BJP-ആയിട്ട് ഉണ്ടാക്കിയ പാലക്കാട്ട് ആ ഡീലിനെ കുറിച്ചാണ് സരിനും പറഞ്ഞത്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അതിന് മുൻപായി ഈ സരിൻ അടക്കമുള്ള ആളുകൾ ഈ സരിൻ അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുവരെ BJP-യെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീൽ എന്നാണല്ലോ. ഇപ്പൊ തിരുത്തി പറയുന്നുണ്ടല്ലോ.
അതെ, ശ്രീ വി പി പി മുസ്തഫ, ഇപ്പൊ പല വിഷയങ്ങൾ ശ്രീ വി ടി ബൽറാം, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. നമ്മൾ ഈ വിഷയമൊക്കെ വരും മണിക്കൂറുകളിലും ഒക്കെ ചർച്ച ചെയ്യും. ശ്രീ വി പി പി മുസ്തഫ, ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഒട്ടേറെ വിഷയങ്ങൾ ഈ പ്രചാരണ കാലയളവിൽ വിവാദങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. ഓരോ ദിവസവും ഓരോ വിവാദം എന്ന തരത്തിലേക്ക്. അതിൽ CPIM തുറന്നുവിട്ട വിവാദങ്ങൾ, വ്യക്തിപരമായി താൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടൊരു വേളയായിരുന്നു ഇത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പല ഘട്ടങ്ങളിലും പല അഭിമുഖങ്ങളിലും ഒക്കെ പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിലായി പരസ്യ വിവാദം പോലും വന്നു. അത് ഏറ്റവും അവസാന ഘട്ടത്തിൽ ഉണ്ടായതുമാണ്. അപ്പോൾ ഈ തരത്തിൽ വിവാദങ്ങൾ, പിന്നീട് നീലപ്പെട്ടി, അതിന് തൊട്ട് മുമ്പുണ്ടായ വിവാദം, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദം, ഇങ്ങനെ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായി. പക്ഷേ ഈ വിവാദങ്ങളൊന്നും ഏശിയില്ല എന്നല്ലേ ഈ വലിയ ഭൂരിപക്ഷം കാണിക്കുന്നത്? തിരിച്ചടിയാവുക കൂടി ചെയ്തിട്ടുണ്ടോ? ഞങ്ങള് ഒരു കാലത്തും അനുജ ഇടതുപക്ഷം വിവാദം ഉണ്ടാക്കാറില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സംവാദങ്ങളാണ്. സംവാദങ്ങൾ ഉണ്ടാകണം, ചർച്ചകൾ നടക്കണം. ഈ ചാനൽ ചർച്ചകളെ പോലും ഞങ്ങൾ കാണുന്നത് അങ്ങനെയാണ്, സംവാദമായിട്ട് മാറണം എന്നാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അങ്ങനെ വളരേണ്ട സംവാദത്തിനു പകരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാ കാലത്തും വലതുപക്ഷ രാഷ്ട്രീയവും അവരെ സഹായിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുമാണ്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഞങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ക്യാപ്സൂൾ എന്നാണ് നേരത്തെ ബൽറാം പറഞ്ഞത്. ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കൊരു ക്യാപ്സൂൾ ഉണ്ടാകണമെങ്കിൽ ഒരു നിലപാടുണ്ടാകണമേ. നിങ്ങൾക്ക് കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഉണ്ടെങ്കിൽ ഒരു ക്യാപ്സൂൾ പോലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അതൊന്നുമില്ലാത്ത ആളുകൾക്ക് ഈ പറഞ്ഞ നിലയിലുള്ള പ്രവർത്തനം നടത്താൻ പറ്റും. അദ്ദേഹം നേരത്തെ തന്റെ ഭാഗം ന്യായീകരിച്ചത് എങ്ങനെയാ? ഈ കൊടകര നമ്മുടെ ചേലക്കര മണ്ഡലത്തിലെ 2021 വോട്ടിൽ എത്തിയേ ഇല്ലല്ലോ. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ തൃത്താല മണ്ഡലത്തിൽ 2011-ലും 2016-ലും UDF അല്ലേ ജയിച്ചത്. പക്ഷെ 2021 അവിടെ UDF തോറ്റില്ലേ? അത് ഏത് വിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടാ? 2021 ഇടതുപക്ഷത്തിന് കേരളത്തിലാകെ നടക്കുന്നില്ലല്ലോ സാർ. ഞാൻ കോടതി കയറി നടക്കുന്നില്ലല്ലോ. ഞാൻ ആ ജനവിധി അംഗീകരിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ജനവിധി അംഗീകരിക്കുന്ന ആളല്ലേ. അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മള് വളരെ ലഘൂകരിച്ചു പറയുന്നത്. തീർച്ചയായിട്ടും ഞാനത് ഉൾക്കൊള്ളുന്നുണ്ട്. ഞാനത് ശ്രീ മുസ്തഫ അല്ല അദ്ദേഹം ശ്രീ മുസ്തഫ ഞാനത് അംഗീകരിക്കുന്നുണ്ട്. എനിക്കെതിരായിട്ടുള്ള ജനവിധിയായിട്ട് ഞാനതിനെ അംഗീകരിക്കുന്നുണ്ട്. അത് ജനവിധി അങ്ങനെ തന്നെയാണ്. നമ്മൾ അംഗീകരിക്കുന്നു ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. അത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ഒരു പൊതുമുഖമായിട്ട് അദ്ദേഹം RSSന്റെ വർഗീയതൊക്കെ കളഞ്ഞ് അദ്ദേഹം ഒരു പൊതുമുഖമായിട്ട് വന്നതാണെങ്കിൽ എന്തേ അദ്ദേഹത്തെ PJ ജോസഫിന്റെ അടുത്തേക്ക് കൊണ്ടുപോയില്ല? അദ്ദേഹത്തെ നിങ്ങൾ എന്തിനാ ഈ 2 തങ്ങന്മാരുടെ അടുത്തേക്ക്, പാണക്കാട് തങ്ങളുടെ ജിബ്രീ തങ്ങളുടെ അടുത്തേക്കും കൊണ്ടുപോയത്? അദ്ദേഹം UDFന്റെ ഭാഗമായതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ. അപ്പോ വളരെ നഗ്നമായിട്ട് ഈ പ്രീണന രാഷ്ട്രീയം. അല്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ പരസ്യം കൊടുത്തത് എന്തുകൊണ്ടാണ്? സുപ്രഭാതത്തിലും മാത്രമായി പരസ്യം കൊടുക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരുമല്ലോ. അനുജ ഒരു മാധ്യമ പ്രവർത്തകയാണ്. ആ പരസ്യത്തിൽ ഇടതുപക്ഷം എന്തെങ്കിലും പുതുതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് 2 പത്രങ്ങളിൽ മാത്രമായി കൊടുത്തു എന്നുള്ളതാണല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ ഇത് എന്തുകൊണ്ട് 2 പത്രങ്ങളിൽ മാത്രമായി വന്നു? അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ശ്രീ വി പി പി മുസ്തഫ. പക്ഷെ എങ്കിൽ പോലും ആ പത്രങ്ങളുടെ ഒരു സ്വഭാവമുണ്ടല്ലോ. ഞങ്ങളായിട്ട് ഒരു കാര്യവും എഴുതി ചേർന്നിട്ടില്ല. അവരിങ്ങനെ തങ്ങന്മാരുടെ കൊണ്ടുപോയിട്ട് ശ്രീ വി പി മുസ്തഫ, ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമോ? ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ല, ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമോ? നഗ്നമായ വർഗീയത അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് UDF ആണ്. അതുകൊണ്ടാണ് SDPI-കാരൻ ആദ്യം കൊടിയുമെടുത്തിട്ട് ഇറങ്ങിയത്. അവർ അവകാശപ്പെട്ടതാണ് ഈ വിജയം എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നത്. അതിനെ തള്ളിപ്പറയാൻ ഇപ്പോഴും തയ്യാറായോ? ശരി, ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുന്നുണ്ടോ ശ്രീ മുസ്തഫ? നിങ്ങൾക്ക് ഈ ആഹ്ലാദപ്രകടനം നടത്താൻ SDPI-ക്ക് അവകാശമില്ല എന്ന് പറയാൻ അദ്ദേഹം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ശ്രീ വി ടി ബൽറാം, എന്താണ് താങ്കൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഈ നിലപാടില്ലാത്തപ്പോഴാണ് ക്യാപ്സ്യൂളുകളെ അഭയം പ്രാപിക്കേണ്ടതായിട്ട് വരുന്നത്.
അതാണ് ശ്രീ VPB മുസ്തഫ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തൃത്താലയിലെ തെരഞ്ഞെടുപ്പ് പരാജയമൊക്കെ വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആ ജനവിധി അംഗീകരിച്ച് ജനങ്ങൾക്കിടയിൽ വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് എൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ആ ജനവിധി അംഗീകരിക്കാതെ ഞാൻ കോടതി കയറി ഇറങ്ങുകയും ഓരോ കോടതിയിൽ നിന്ന് വീണ്ടും വീണ്ടും തോൽവികൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന CPM-ലെ ചില ആളുകളെ പോലെ അതിൻ്റെ നിയമ പോരാട്ടമായിട്ട് നടക്കുകയല്ല. നിങ്ങൾക്കിടയിൽ വീണ്ടും പ്രവർത്തിക്കുന്നു. അവിടെ പുതിയ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ ഓരോരോ സീറ്റുകളായി CPM-ൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല ലീഡ് ഉണ്ടാക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ UDF-ന് വേണ്ടി അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ജനവിധി എന്നുള്ളത് ആ നിലയിൽ അംഗീകരിക്കാൻ ഇവർ തയ്യാറാകണം എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകൾ നിയമസഭയിലേക്ക് നടന്നിട്ടുണ്ട്. ഈ 4 തെരഞ്ഞെടുപ്പുകളിലും LDF-ന് CPM-ന് തിരിച്ചടിയാണ്. തൃക്കാക്കരയിൽ ഞങ്ങളുടെ ഭൂരിപക്ഷം ഇരട്ടിയായി, പുതുപ്പള്ളിയിൽ ഞങ്ങളുടെ ഭൂരിപക്ഷം 4 ഇരട്ടിയായി, ഇവിടെ പാലക്കാട്ട് ഞങ്ങളുടെ ഭൂരിപക്ഷം 5 ഇരട്ടിയായി, ചേലക്കരയിലും ഞങ്ങളുടെ ലീഡ് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതായത് ഞങ്ങളിലും LDF-ഉം തമ്മിലുള്ള വ്യത്യാസം വലിയ രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ ഈ പിണറായി വിജയൻ്റെ 2ാം സർക്കാർ വന്നതിന് ശേഷം നടന്ന 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 4ലും ഞങ്ങളുടെ പെർഫോമൻസ് വർദ്ധിച്ചു വരികയാണ്. ഇതുതന്നെയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. ഇതുതന്നെയാണ് പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് ഇന്ന് ഇടതുപക്ഷത്തിനൊപ്പമില്ല, പിണറായി വിജയനൊപ്പമില്ല. ഇത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുള്ളത്. മണ്ഡലങ്ങളിൽ അമിതമായിട്ട് ശക്തി അവർക്ക് അത്രത്തോളം അല്ല ഒന്നുമില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയ പരാജയം ഏറ്റുവാങ്ങിയിട്ടും 2 മാസത്തിനുള്ളിൽ 43 തദ്ദേശ സ്വയംഭരണ വാർഡിലേക്കുള്ള ബൈ ഇലക്ഷൻ നടന്നപ്പോൾ 23 എണ്ണം, അതിൽ തിരുവനന്തപുരം ജില്ലയിൽ 6 എണ്ണം, 3 എണ്ണം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ്, 3 എണ്ണം BJP-യുടെ സിറ്റിംഗ് സീറ്റ്. അങ്ങനെ ഞങ്ങൾ എല്ലാം പിടിച്ചെടുത്തു. അവിടെ പരാജയപ്പെട്ടെടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നത്. ഇത് നമ്മുടെ മുന്നിലെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഭരണവിരുദ്ധ വികാരമല്ല ഉള്ളത് ഇവിടെ. ശരി, അതൊക്കെ വേറെ പാറ്റേൺ ആണല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിനെയൊന്നും നമ്മൾ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് താങ്കൾക്കും അറിയാവുന്നതാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു.